കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനും വൈദ്യം കൂടെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. വേറെ എവിടെയല്ല, എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഒരു 7-8 വീട് കഴിയുമ്പോൾ തന്നെ എൻ്റെ വീടായി. ഈ ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ, ഈ ഒരു കള്ളച്ചിരി കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിച്ച ഉമ്മ വെക്കാനും പിതുക്കാനൊക്കെ അങ്ങ് തോന്നും. എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു കുശുമ്പി ചേച്ചിയും കൂടെ ഉണ്ട്. അനിയത്തിക്ക് എത്രയാണോ ഉമ്മ കൊടുക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞിനും വേണമെന്നാണ് കുഞ്ഞൻ പറയുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പാപ്പച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഈ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ മെയിനായിട്ട് പോയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ച് കറ്റാർ വാഴ എടുക്കണമായിരുന്നു. അമ്മയ്ക്ക് വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ട്, ടെറസിലാണ് കേട്ടോ കൃഷി. ഇത് കാണുമ്പോൾ മൊത്തത്തിൽ എന്തോ കാട് പിടിച്ച് കിടക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ അതിൻ്റെ അകത്ത് ഇല്ലാത്ത ഐറ്റംസ് ഒന്നും കാണില്ല. പക്ഷേ ഇത്തവണ മെയിനായിട്ട് ഉണ്ടായിരുന്നത് വെണ്ടയ്ക്കായിരുന്നു. എവിടെ തിരിഞ്ഞാലും വെണ്ടയ്ക്ക. ഓരോ സമയത്ത് ഓരോ സീസൺ പോലെയാണ് കേട്ടോ ഓരോ സാധനങ്ങളും കാണുന്നത്. അപ്പോൾ ഇത്തവണ വെണ്ടയ്ക്കയാണ്. നേരത്തെ തക്കാളി ഉണ്ടായിരുന്നു, ആ സമയത്ത് പിന്നെ എവിടെ നോക്കിയാലും തക്കാളി തന്നെയായിരുന്നു. അങ്ങനെ ഓരോ സമയത്ത് ഓരോ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും ഇതിൻ്റെ ഇടയിൽ വേറെയും പല ഐറ്റംസും നിങ്ങൾ ഈ കാണുന്നതെല്ലാം അവിടെ ഉള്ളതാണ്. ഇത് പടവലങ്ങയാണെന്നാണ് തോന്നുന്നത്. പിന്നെ മാവുണ്ട്. ഇത് നാരങ്ങയാണോ ഓറഞ്ചാണോ എന്നൊരു കൺഫ്യൂഷൻ. ഇതൊക്കെ നേരത്തെ പച്ച പിടിച്ചിരുന്ന സാധനങ്ങളാണ്. ഇപ്പം മൊത്തത്തിലെല്ലാം കൂടെ വാടിക്കരിഞ്ഞ് പോയിട്ടുണ്ട്. മരിച്ചിനുണ്ട്, അതുപോലെ തന്നെ പയറുണ്ട്, മഞ്ഞളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അമരക്കയൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. ചെടി വാടിപ്പോയതാണ്. ഇലയൊക്കെ കരിഞ്ഞെന്തോ എന്ത് പറ്റിയാണെന്ന് അറിയില്ല. വാഴയ്ക്ക് ഇനി എന്ന് കൊലച്ച് വരുമോ എന്തോ. പൈനാപ്പിൾ ഞങ്ങൾ ഒത്തിരി തവണ ഇവിടെ നിന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് കറ്റാർ വാഴയൊക്കെ അവിടെ നിന്ന് എടുത്തു. അതിൻ്റെ കറ കളയാനായിട്ട് ഞാൻ അവിടെ തന്നെ കുത്തിച്ചാരി വെച്ചേക്കുവാണേ. അപ്പോഴാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട് കണ്ടത്. അപ്പോൾ 2 ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരുപാട് പൂക്കളൊക്കെ നിൽപ്പുണ്ട്. ഇങ്ങനെ തെളിഞ്ഞു നിന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഒരല്പം കഴിഞ്ഞപ്പോൾ ദേ ഇങ്ങനെയായിട്ട് മാറിയത്. പിന്നെ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു കേട്ടോ. കാരണം കുറേ നാളായി വീട്ടിലോട്ട് പോയിട്ട്. അപ്പം നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുവാണ്. എല്ലായിടത്തും നല്ല മഴയുള്ള ഒരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. നമ്മുടെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മഴയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മഴ പെയ്യും, പിന്നെ അതുപോലെ തന്നെ വെയിലും വരും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും വൈദ്യം കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. കറ കളയാനായിട്ട് കുത്തിച്ചാരി വെച്ചിരുന്ന ആ ഒരു സാധനം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എടുക്കാൻ മറന്നുപോയി.